ഹായ് ഓൾ. SN ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് ഡേറ്റ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ MCOMൻ്റെ ആദ്യ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ അല്ല, ഒരു സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്നേ ദിവസം റിസർച്ച് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസിനെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം റിസർച്ച് മെത്തഡോളജി നിങ്ങൾക്ക് എല്ലാം കൂടെ 5 പേപ്പേഴ്സാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. 5 പേപ്പേഴ്സിൽ ആദ്യത്തെ പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി എന്നുള്ള ഈ ഒരു പേപ്പർ. M21 CM01 DC എന്നുള്ള ഈ ഒരു പേപ്പറാണിത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട, നമ്മുടെ ഈ പേപ്പർ നിങ്ങളോട് പഠിക്കാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് റിസർച്ച്. ഈ ഒരു വാക്ക് തന്നെ ഓർത്തു വെക്കണം കേട്ടോ. റിസർച്ച് എങ്ങനെയാണ്, നിങ്ങളിപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറേണ്ടവരാണ്. അപ്പം നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങളൊരു ബിസിനസ്സിലൊക്കെ റിസർച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത്, അപ്പോൾ റിസർച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രോസസ്സുകൾ, സ്റ്റെപ്പുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിസർച്ച് പ്രോജക്റ്റുകളൊക്കെ ഒന്ന് ചെയ്യണം. അത് നിങ്ങളുടെ 4ാമത്തെ സെമസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടും ആ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ഒരു സെമസ്റ്ററിൽ കൂടി റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ സമയത്ത് പിന്നീട് നോക്കാം. ഈ കോഴ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. ഇതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് നമുക്കറിയുന്ന വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ്. റിസർച്ച് പ്രോസസ്സിനെ പറ്റിയും റിസർച്ച് പ്ലാനിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാക്കണം. അടുത്ത 2ാമത്തെ യൂണിറ്റ് പോപ്പുലേഷനാണ്. ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്, ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയുടെ എല്ലാം നമ്മൾ പഠിക്കത്തില്ല, ചെറിയ ചില ഒരു ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെയാണ് പോപ്പുലേഷൻ എന്നും സാമ്പിൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. 3ാമത്തത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുക. പിന്നെ ഉള്ളത് ഡേറ്റ പ്രോസസ്സിങ്, അതേപോലെ പ്രസൻറ്റേഷൻ, നമുക്ക് എങ്ങനെ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, അത്രയും ടൂളുകളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത്. അത് നമുക്ക് ആദ്യത്തെ ബ്ലോക്കിലേക്ക് കടക്കാം. ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്ലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബ്ലോക്കാണ്. സോ ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനായിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത് 4 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. 4 യൂണിറ്റുകൾ നിങ്ങൾക്ക് നോക്കണം. 4 യൂണിറ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ തന്നെയാണ്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് റിസർച്ച് ആണ്. നിങ്ങൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിസർച്ചിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകണം. അപ്പോൾ അത്തരം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺസെപ്റ്റ് ഓഫ് റിസർച്ച് എന്നുള്ള ചാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും റിസർച്ചിന്റെ മീനിങ് എന്താണ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്നുള്ള കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം അതിനെപ്പറ്റി നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ റിസർച്ചിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകളെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ സിഗ്നിഫിക്കൻസ്, നമ്മുടെ റിസർച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് സിഗ്നിഫിക്കൻസ് ആണ്. സിഗ്നിഫിക്കൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുക. ആ ഒരു സിഗ്നിഫിക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെഡിങ്സ് എല്ലാം കൃത്യമായിട്ട് ഓർത്താൽ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എസ്പെഷ്യലി സോഷ്യൽ സയൻസ് റിസർച്ചിലുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിറ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ്, റിസർച്ച് പ്രോസസ്സിനെ പറ്റിയിട്ട് പഠിക്കണം. എന്താണ് റിസർച്ച് പ്രോസസ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ റിസർച്ചിൽ. അതിലൊന്ന് റിസർച്ച് പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിൻ്റെ മീനിങ്ങും നേച്ചറൊക്കെ ഉണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് റിസർച്ച് പ്രോസസ്സിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത്. നേച്ചറുണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു പ്രോബ്ലം ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടെക്നിക്കൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലിറ്ററേച്ചർ സർവേ ഉണ്ട്. അതായത് നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് പോയി ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്തതിന് മുന്നോടിയായിട്ടും അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ സ്റ്റഡീസ് ഉണ്ടായിട്ടോ നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. അതാണ് ലിറ്ററേച്ചർ സർവേ. പിന്നെ റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാക്കി ഹൈപ്പോത്തിസിലൊക്കെ നമ്മൾ ചെയ്യണം. പിന്നീട് 3ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് റിസർച്ച് ഡിസൈൻ ആണ്. നിങ്ങൾ എങ്ങനെയാണ് ഒരു റിസർച്ച് ഡിസൈൻ നിങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്പ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർച്ച് പ്രപ്പോസൽ ഉണ്ട്. ഇപ്പം നിങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെന്ന് ഇപ്പോൾ PhD ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് നാളെ മുതൽ ഞാൻ റിസർച്ച് ആരംഭിക്കുകയാണ്, നിങ്ങൾ അംഗീകാരം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അംഗീകാരം തരികയില്ല. അതൊരു പ്രപ്പോസൽ കൊടുക്കുക. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് റിസർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റിസർച്ച് പ്രപ്പോസൽ കൊടുക്കുക. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് ഓർത്തു വെക്കേണ്ടത്.
പിന്നെ അടുത്തൊരു യൂണിറ്റ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. വാട്ട് ഈസ് പോപ്പുലേഷൻ? എന്താണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു വലിയ ഏരിയ എടുക്കുകയാണ് എങ്കിൽ ആ ഏരിയയിലെ എല്ലാ കാര്യവും നമുക്ക് പഠിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യത്തെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഓക്കെ, അപ്പൊ ഒരു വലിയൊരു പോപ്പുലേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾ പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ടെക്നിക്സ് ഓഫ് സാമ്പിൾ. ഡിഫറെന്റ് ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ടെക്നിക്സ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഏതൊക്കെയായിരിക്കും രണ്ട് ടെക്നിക്? നമുക്ക് അറിയുന്ന ടെക്നിക്കുകൾ തന്നെയാണ്. ഒന്ന് പ്രോബബിലിറ്റി ടെക്നിക്കും ഉണ്ട്, രണ്ടാമത്തെ ഏതാണ്? നോൺ പ്രോബബിലിറ്റി ടെക്നിക്സും ഉണ്ട്. നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റ് പേരുകളാണ് റാൻഡം, അതേപോലെ നോൺ റാൻഡം ടെക്നിക്കുകൾ എന്ന പേരിലൊക്കെയാണ് നമ്മൾ ഇതിനെ അറിയപ്പെടുക. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ സാമ്പിൾ സൈസ്, ഇപ്പം നിങ്ങൾ 500 സാമ്പിൾ എടുക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ 4.3 crores ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് 500 പേരെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 200 പേരെ എടുത്ത് പഠിക്കാം. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ആ ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടത്? സോ അതാണ് ഈ സാമ്പിൾ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമൽ സാമ്പിൾ സൈസ് നമ്മൾ എങ്ങനെ എടുക്കാനായിട്ട് പറ്റും? നമുക്ക് എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന സാമ്പിൾ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും? പിന്നെ സാമ്പിൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എടുക്കുന്ന സാമ്പിൾ 100% ശരിയാകണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്നതിനകത്ത് തെറ്റുകൾ സംഭവിക്കാം, എറേഴ്സ് ഉണ്ടാകാം. അപ്പൊ അത്തരം എറേഴ്സുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ വിശദമായിട്ട് പഠിക്കും. പിന്നെ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമ്മൾ മെഷർമെന്റുകളെ പറ്റിയിട്ടും സ്കെയിലിങ്ങളെ പറ്റിയിട്ടുമാണ് പഠിക്കുന്നത്. മെഷർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ വേരിയബിൾസിനെ മനസ്സിലാക്കുന്നത്? വേരിയബിൾസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കതിൽ തന്നെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അതേപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, പിന്നെ അതേപോലെ മോഡറേറ്റിംഗ് വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞ് പല വേരിയബിളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഇതേപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടും അതിൽ പഠിക്കണം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. മെഷർമെന്റ് പ്രോസസ്സുകളെ പറ്റി പഠിക്കണം. പിന്നെ നമ്മൾ പലപ്പോഴും മെഷേഴ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാം, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിൽ എറേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ സ്കെയിലിംഗ് ആണ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അവർ പറയുകയാണ് സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസെഗ്രി, സ്ട്രോങ്ലി ഡിസെഗ്രി എന്നൊക്കെ ഞാൻ എഴുതട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം സ്റ്റേറ്റ്മെന്റുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സ്കെയിലിംഗ് ടെക്നിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുക. അതിൽ ടൈപ്പ് ഓഫ് സ്കെയിൽസ് പഠിക്കണം. നോമിനൽ, ഓർഡിനൽ എന്നൊക്കെ പറഞ്ഞ് ആ സ്കെയിൽസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് സ്കെയിലുകളൊക്കെ പഠിക്കണം. പിന്നെ കമ്പാരിറ്റീവ് സ്കെയിലുകൾ, നോൺ കമ്പാരിറ്റീവ് സ്കെയില്, പിന്നെ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ടെസ്റ്റുകൾ പഠിക്കണം. നമ്മൾ എടുക്കുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ വാലിഡിറ്റി ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ റിലയബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടും പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഡേറ്റ കളക്ഷൻ മെത്തേഡുകളാണ്. നമുക്ക് എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും? പ്രൈമറി ഡേറ്റ ഉണ്ടായിരിക്കും, അതിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സെക്കൻഡറി ഡേറ്റ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഈ സിലബസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രൈമറി ഡേറ്റ കളക്ഷൻ ആണ് സെക്കൻഡറി ഡേറ്റയെക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറി ഡേറ്റയ്ക്ക് അല്പം സിഗ്നിഫിക്കൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ഡേറ്റ കളക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പം ഏതാണ്ട് അതിൻ്റെ ഡേറ്റ അനാലിസിസിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്, ഡേറ്റ പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക? നമുക്ക് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമുക്കപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനെ കോഡ് ചെയ്യണം, പിന്നെ ക്ലാസിഫൈ ചെയ്യണം, ടാബുലേഷൻ ആണ്. നമുക്ക് എങ്ങനെയാണ് ടേബിൾ ഫോമാറ്റിലൊക്കെ ആക്കണ്ടേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ടേബിൾ ഫോമാറ്റിലൊക്കെ ആക്കാനായിട്ട് പറ്റുക? അതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യണം. അതിന് നമുക്ക് യൂണിവേരിയറ്റ്, ഒരു വേരിയബിൾ ഉള്ളത്, ബൈവേരിയറ്റ് ഉണ്ട്, മൾട്ടിവേരിയറ്റ് മെത്തേഡുകളൊക്കെ ഉണ്ട്. നമുക്ക് ടൂൾസ് ഓഫ് അനാലിസിസ് ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള, ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള മീൻ, മീഡിയൻ, മോഡൊക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതൊക്കെയാണ് കേട്ടോ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ വരുന്നത്. പിന്നെ കൺക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ചില കാര്യങ്ങൾ, നമ്മളൊരു പക്ഷേ നിങ്ങൾ ഡിഗ്രിക്കൊന്നും പഠിച്ചിട്ടില്ലാത്ത ഈ ടി ടെസ്റ്റ് പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നോക്കേണ്ടതായിട്ട് വരും. പിന്നെ പൊതുവേ നമ്മൾ മറ്റ് പല യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പോലും പലപ്പോഴും വന്ന്, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒന്നാണ് ഈ ടൈപ്സ് ഓഫ് റിപ്പോർട്ടുകളെ പറ്റിയിട്ട് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പുകളൊക്കെ ചോദിക്കാം. റിപ്പോർട്ടുകളുടെ പ്രധാനപ്പെട്ട കോണ്ടന്റുകൾ, പിന്നെ റിപ്പോർട്ട് എങ്ങനെ ഫോമാറ്റ്, സൈറ്റേഷൻ, നമ്മളിപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ സോഴ്സ് ചെയ്യുന്ന കണ്ടോ, ഇതുണ്ട് ഇവിടെ റെഫറൻസ് കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സോഴ്സിൽ നിന്നൊക്കെ നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതേപോലെ കൃത്യമായിട്ടും കാണിക്കണം. നമ്മൾ അതിനെയാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിൽ കാണിക്കാനായിട്ട് പറ്റും. അതിന് APA സ്റ്റൈലുണ്ട്, MLA സ്റ്റൈലൊക്കെ നമുക്കുണ്ട്. നമുക്കിപ്പോൾ APA സ്റ്റൈൽ മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ സിലബസിൽ കൃത്യമായിട്ടുമുള്ളത്. 4 ബ്ലോക്കുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന അത്യാവശ്യം ലിബറൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് റിസർച്ച് മെത്തഡോളജി. നിങ്ങൾ നന്നായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് മറ്റ് സിലബസ് ഡിസ്കഷനുമായിട്ട് മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.